ഈ കഴിഞ്ഞ വിഷുവില്ലേ, ആ വിഷുവിനാണ് ഞാൻ വണ്ടി മൊത്തത്തിൽ അഴിച്ച് ദുരാഗ്രഹമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈറ്റ് കത്തണമെന്നുണ്ടായിരുന്നു, അതുപോലെ ഈ ഇൻഡിക്കേറ്റേഴ്സും ലൈറ്റും ഇൻഡിക്കേറ്റർ കത്തണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഒരു ലൈറ്റുള്ള അത് കത്തണം. പിന്നെ ഈ ഫ്രണ്ടിരിക്കുന്ന വൈസർ മാറണം. എൻ്റെ ഏറ്റവും മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഗ്നിഷൻ ഓണും ഇഗ്നിഷൻ ഓഫും എല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ ഈ വണ്ടിയിലെ ലോക്ക് വർക്ക് ചെയ്യിപ്പിക്കണം. അതുകൂടെ ആകുമ്പോഴത്തേക്ക് വണ്ടി ഏകദേശം പെർഫെക്റ്റാണ്. ബാക്കിയെല്ലാം വർക്ക് ചെയ്യും. ബാക്കിൽ പറഞ്ഞ പോലെ ബ്രേക്ക് ലൈറ്റ്, ഫ്രണ്ട് ഹെഡ് ലൈറ്റ്, പാർക്ക് എല്ലാം വർക്ക് ചെയ്യണം. പക്ഷേ അന്ന് രാവിലെ ഞാൻ എണീച്ചു, വിഷുവല്ലേ, പുതിയ ഇതൊക്കെ ആയിട്ട് വലിയ സന്തോഷമായിട്ട് എണീച്ചു, ചായ കുടിച്ച് രാവിലെ തന്നെ പണിയിലിറങ്ങി. ഇപ്പം എനിക്ക് വെച്ചാൽ വിഷുവിൻ്റെ തൊട്ടാകത്ത് ദിവസം ഒരു എക്സാം പോകണം. വൈകുന്നേരമായിട്ടും വണ്ടി എന്താ ഒന്നും നീങ്ങുന്നില്ല. ഞാൻ ഇത് ഊരിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്ങനെ കീ സെറ്റ് ഊരാക്കുന്നില്ല, ലോക്കൊക്കെ നോക്കി. ഇതിൻ്റെ ആ ഒരു കാണാൻ പറ്റുന്നുണ്ട്, ഇത് കണ്ടോ, ആ ഒരു പിങ്കോ അങ്ങനത്തെ ഒരു പ്രത്യേക കളർ, ആ കളറിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു സെറ്റാണ് താഴോട്ട്. അത് മാത്രമായിട്ട് ഊരാൻ പറ്റും, മൊത്തത്തിൽ ഊരാൻ പറ്റും. മൊത്തത്തിലാണെങ്കിൽ ഊരണ്ട. അപ്പം ഞാനത് മാത്രമായിട്ട് ഊരി, കാരണം മറ്റേ ഊരാൻ പറ്റുന്നില്ല. അവസാനം കേസ് എനിക്ക് നല്ല സൂപ്പർ ഒരു പണിയും കിട്ടി. അതായത് വെച്ചാൽ വൈകുന്നേരമായിട്ടും പണിയും കൊണ്ട് നീങ്ങുന്നില്ല. ഫാമിലി പോകാൻ ഇറങ്ങി, വിഷുവിന് അവരോട് വൈകുന്നേരത്ത് പോകണം. ജസ്റ്റ് ഞാൻ എഴുന്നള്ളത്തൊക്കെ പോയി കണ്ടെന്നാലും അല്ലാതെ പിറ്റേ ദിവസം വിഷുവിന് ജസ്റ്റ് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോകാം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഈ വണ്ടിക്കകത്ത് പോകുന്നത്, ഫാമിലി ഇറങ്ങി. സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നേരെ വിപരീതമായിട്ടാണ് നടന്നത്. അതായത് ഈ ലോക്കിൽ ഇഗ്നീഷൻ ഓൺ ഓഫും അടിച്ചു പോയി, അതായത് വർക്ക് ചെയ്യാതായി. അതായത് വണ്ടി എന്താ പറയുക, ഓഫാക്കി ഓണാക്കിയാൽ എല്ലാം സ്റ്റാർട്ടായി നിൽക്കും, എല്ലാ അവസ്ഥയിലോട്ടായി. അതായത് ഇതുമായിട്ട് വലിയ ഇതിന് പിന്നെ ഉപയോഗം ഇല്ലാതായി ഈ സാധനത്തിന്. പിന്നെ ഇത് വർക്ക് ചെയ്യണമെന്ന് ഈ സാധനം വർക്ക് ചെയ്യാതായി, ഈ വർക്ക് ചെയ്യുന്ന ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്തായി. ഫ്രണ്ട് മറ്റേ ആദ്യം ഇരുന്ന ഹെഡ്ലൈറ്റിലെ ആ ഒരു ഫിലമെൻ്റ് ഡിമ്മം കടിച്ചു. എന്നിട്ട് ബ്രൈറ്റ് മാത്രം കത്തിക്കുക. പിന്നെ പാർക്ക് ലൈറ്റ് ഉണ്ട്, അതും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ബ്രേക്ക് ലൈറ്റ് മാത്രം എന്തോ ഫായതിന് വർക്ക് ചെയ്ത്. ബ്രേക്ക് ലൈറ്റും ഫ്രണ്ടിൽ ആ ഒരു ബ്രൈറ്റ്, അതായത് അടിക്കുന്ന ആ ഒരു മെയിൻ ലൈറ്റ് ഉണ്ടല്ലോ ബ്രൈറ്റ്, ആ ബ്രൈറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ. അത് അത്ര ഡേഞ്ചറാണ്, എപ്പോഴും ബ്രൈറ്റ് അടിച്ചുകൂടാ. അവസാനം ഇഗ്നിഷൻ ഓൺ ഓഫ് ഒന്നും വന്നില്ല. അവസാനം എന്ത് ചെയ്ത് വണ്ടി ഈ പറഞ്ഞ ഗിയറിട്ട് ഓഫ് ആക്കേണ്ട അവസ്ഥയൊക്കെ വന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം വണ്ടി ഇങ്ങനെ ഞാനായിട്ട് അയച്ച് ഇങ്ങനെ ആക്കിയല്ലോ, ഞാൻ വരെ കൂടിക്കൊണ്ടുവന്ന വണ്ടിയിൽ. അവസാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാശിയായി ഗൈസ്, എനിക്ക് ഭയങ്കര വാശിയായി. അവസാനം ഞാൻ വണ്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഒന്ന് പിന്നെ അടിച്ച് 12 മണി 1 മണിയൊക്കെ എല്ലാവരും ഉറങ്ങി വരുന്ന, എല്ലാവരും ഉറക്കത്തിലായി ആക്കി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി വെക്കുമ്പോൾ റെഡിയാകുന്നില്ല. അവസാനം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം, പിന്നെ വെച്ചാൽ പിറ്റേ ദിവസം പോകണം. അപ്പോൾ പിറ്റേ ദിവസം എക്സാമിന് ഉച്ചയായി, ഒരു 1:30 അവിടെ എക്സാം തുടങ്ങും. അപ്പം ഞാൻ ഇവിടുന്ന് 2 മണിക്കാണോ എന്ന് പറഞ്ഞൂടെ, 1:30 എക്സാം തുടങ്ങും. ഞാൻ ഇവിടുന്ന് അങ്ങ് എത്തിയപ്പോൾ 2 മണി ഏകദേശം. 2 മണിക്ക് ഇവിടുന്ന് പോകുന്നത്, ഇവിടുന്ന് അങ്ങ് എക്സാമിൻ്റെ സെൻറ്ററിൽ എത്തുന്നത്. അങ്ങനെ എത്തി. ഞാൻ പറഞ്ഞ സാറേ ഹോസ്പിറ്റലിൽ പോയി കയറുന്നു പറഞ്ഞു. അങ്ങനെ കയറുന്ന എക്സാം അതൊന്നുണ്ട്. ഇനി ഹൈലൈറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി, ഫ്ലാഷിൻ്റെ ഹൈലൈറ്റ് പറയാൻ വിട്ടുപോയി. ഞാൻ അന്ന് കോളേജിൽ പോയത്, ഈ ഇഗ്നിഷൻ ഓൺ ഓഫ് പോയി, അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഈ ലൈറ്റും കത്തിച്ചു, ഈ ഡിമ്മും ബ്രൈറ്റും കത്തിച്ചു. പിന്നെ ഇത് ഓൾറെഡി കത്ത് കിടക്കുമായിരുന്നല്ലോ. പിന്നെ ഇതിൻ്റെ പാർക്ക് ലൈറ്റിൻ്റെ കണക്ഷൻസ് കൊടുത്തില്ലായിരുന്നു. പലതിൻ്റെ വയർ കൊടുക്കാൻ കിടക്കുകയൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ വണ്ടിയുടെ ഒന്നും വർക്ക് ചെയ്തില്ല, മനസ്സിലായില്ലേ. ആ പാർക്കിൻ്റെ കണക്ഷൻ കൊടുത്ത്, അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റിന് ഇതിനകത്തിരുന്ന ബൾബുണ്ടല്ലോ, പഴയ ബൾബ്, അത് ഈ മേടിച്ച പിന്നെ കൂട്ടത്തിരുന്നത്, അതെടുത്ത് ഇതിനകത്തിട്ട് ഡിം ബ്രൈറ്റിൻ്റെ ബൾബിനകത്തിട്ട് ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യിപ്പിച്ച്, ഇതിൻ്റെ പാർക്കും വർക്ക് ചെയ്യിപ്പിച്ച്, ഇതിനകത്ത് കത്തിക്കൊണ്ടുന്ന സ്പീഡോമീറ്ററിനകത്ത് കിട്ടുന്ന മെയിൻ ലൈറ്റും ഡിസ്പ്ലേ ലൈറ്റും കത്തിച്ച്, ഈ ഡിമ്മും ബ്രൈറ്റും കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് എല്ലാ കണക്ഷനും കൊടുത്തു. അപ്പോഴും ഇഗ്നിഷൻ്റെ ഇതേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. വണ്ടി അങ്ങനെ കൊണ്ടുപോയി, അങ്ങനെ എക്സാം എഴുതി. പിന്നെ അന്ന് വന്നതിന് ശേഷം പിന്നെ സമാധാനമുണ്ട്, കാരണം ഒരു എക്സാം കഴിഞ്ഞ് വന്ന് ഏകദേശം സ്വസ്ഥമായിട്ടിരുന്ന് പിന്നെ അങ്ങനെ പോയി കേസ്, ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സമയത്ത് അഴിച്ച് സാധനങ്ങൾ റെഡിയാക്കി. പക്ഷേ ഇഗ്നിഷനൊരു സംഭവം ഞാൻ കാണിച്ചില്ല, അത് കാണിച്ച് മനസ്സിലാവും. നോർമൽ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ശേഷം ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് അടിക്കുമ്പോൾ സ്റ്റാർട്ടാവുന്ന വണ്ടി സ്റ്റാർട്ടാകത്തോളെ. പക്ഷേ ഈ വണ്ടിക്കകത്ത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ഇഗ്നിഷൻ ഓഫാണ്, ഇങ്ങനെ വെച്ചാലേ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, കമ്പനി കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൊടുത്താൽ പോരെ. ഏകദേശം നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ഇഗ്നിഷൻ ഓൺ കീ വേണമെന്നില്ല, ഈ സാധനം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ആ സാധനത്തിലേക്ക് വന്നാൽ അകത്തുള്ള ടെക്നോളജി അവിടെ വന്നാൽ ഇഗ്നിഷൻ ഓൺ അവിടെ വന്നിരിക്കുക, കറണ്ട് കിട്ടുന്നിടത്ത് വന്നിരിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ കീ ഊരിയാലും വണ്ടി സ്റ്റാർട്ടായി നിൽക്കും. മറ്റേ കേസ് എന്ന് പറഞ്ഞാൽ ഓൺ ആണല്ലോ, ഓഫാക്കുമ്പോൾ വണ്ടി ഊരിയാലും പിന്നെ ഓൺ സ്റ്റേറ്റിലേക്ക് നമുക്ക് ഈടാ തിരിയത്തില്ല, മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായില്ലേ. ഓണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാണ്. ഓഫാക്കി കഴിഞ്ഞാൽ നമ്മൾ താക്കോൽ ഊരി കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്താ, റിവേഴ്സ് ഇഗ്നിഷൻ വരുമ്പോൾ കമ്പനി ഈ സാധനം കൊടുക്കാതെ തന്നെ ഇങ്ങനൊരു കാര്യത്തെ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം അങ്ങനെ കൊടുത്താൽ പിന്നെ ഈ കീയുടെ ഒരു ആവശ്യമില്ല, കീ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാം വണ്ടി ആർക്കും എടുത്തുകൊണ്ട് പോകാമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വണ്ടി ഇങ്ങനെ ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പിന്നെ ഹാൻഡിൽ ലോക്ക് ഉണ്ടായി നമുക്ക് ആ ഒരു സാധനം മാറുന്ന വരെ ഒരു സേഫ്റ്റി വണ്ടിക്ക്. കാരണം വണ്ടി ഹാൻഡ് ലോക്ക് അഴിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഹാൻഡ് ലോക്ക് പൊട്ടിക്കാൻ എല്ലാവർക്കും പറ്റും,
ഹാൻഡൊക്കെ പൊട്ടിച്ചാൽ ഈ ഇഗ്നീഷൻ തിരിക്കണം. ഇഗ്നീഷൻ ഏതിലിട്ട് തിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതും അവിടെ ഒരു ഗുണമാണ്. പക്ഷേ അതിൽ പടിയൊരു പ്ലഗ്ഗൊക്കെ ഉണ്ട്, അത് കൂരിട്ട വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പം ഇപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓണായിരുന്ന് ഇങ്ങനെ അടിച്ചാലേ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, വണ്ടി ഓഫ് ആവുന്നതിന് മുമ്പ് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓണായിരിക്കും. വണ്ടി ഓഫ് ആയതിനു ശേഷം മാത്രം തിരിച്ച് ഊരിയെടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ പറടാ. ബൈ, ടേക്ക് കെയർ.